നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ 8ാം ക്ലാസ് SCERT പുസ്തകം, പുതിയ 8ാം ക്ലാസ് SCERT പുസ്തകത്തിലെ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു കാര്യം നമുക്ക് തന്നേക്കുവാണ്. എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലിൽ ആയിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗനും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തില് ഒരു കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95%. അപ്പോ പഴയ കാലത്തെ ട്രേഡിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കപ്പലപകടം നടന്നതൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക്, ഈസ്റ്റ് ഇൻഡീസ് എന്ന പറയുന്ന, അപ്പോൾ ഈ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പോൾ പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ ഇനി പറയാൻ പോകുന്നതാണ്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചടക്കിയത്. അപ്പൊ ഇതെല്ലാം തന്നെ ഇവര് വാണിജ്യ ബന്ധത്തിന് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരാനുള്ള കാരണങ്ങളാണ്. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പോളിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പോൾ. ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു പ്രധാനപ്പെട്ട. അപ്പോൾ ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടെ പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അപ്പോൾ പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ്, നമുക്കറിയാം അല്ലേ? അപ്പൊ അദ്ദേഹം സ്വീകരിച്ച റൂട്ടാണ് ഇത്. കണ്ടോ, ലിസ്ബൺ തുറമുഖത്ത് നിന്നും കണ്ടോ ഇങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ശുഭപ്രതീക്ഷ മുനമ്പ് വഴി ചുറ്റി നമ്മുടെ കോഴിക്കോട് വന്നെത്തി. അപ്പോ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന ആരാണ്? സാമൂതിരി രാജവംശമാണ് അല്ലെ. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്.
ഭയങ്കര ലാഭമാണ് അല്ലെ. അപ്പൊ ഗാമയുടെ കപ്പലുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഗാമയുടെ യാത്രയിലുണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്ര നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാർമാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല. സാമൂതിരിക്ക് അപ്പോൾ സ്വന്തമായിട്ട് കപ്പൽപ്പട ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ കപ്പൽപ്പടയെ നയിക്കുന്ന ആളാണ് ആര്? ഈ കുഞ്ഞാലി മരയ്ക്കാർ. അതൊരു സ്ഥാനപ്പേരാണ്, ഒരാളല്ല. ഈ കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരാണ്, കപ്പൽ പടയുടെ നേതാവ് എന്നുള്ള ഒരു സ്ഥാനപ്പേരാണ്, അല്ലാതെ ഒരാളുടെ കാര്യമല്ല അത്. അപ്പോൾ ഈ കുഞ്ഞാലി മരയ്ക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല. അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാരെ കുറിച്ച് ഒരു ഇതാണ് അടുത്തത്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കാർമാരാണ്. കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയൻകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളാണ് കണ്ടോ. എന്തൊക്കെയാണ്? മേശ, കസേര, അലമാര, പേന, ചാക്കുകള്, പിന്നെ ജനാലകള്. അപ്പോൾ ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ തന്നെ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ്, നമ്മുടെ കശുവണ്ടി അല്ലെ, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും ഈ പോർച്ചുഗീസുകാർ തന്നെയാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. പിന്നെന്താണ്? കൊച്ചി, ഗോവ, ഡാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ കീഴിലായി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. പിന്നെ അവരുടെ മെയിൻ കോൺട്രിബ്യൂഷൻ ആണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും PSC പരീക്ഷകളിൽ, ചവിട്ടുനാടകം അല്ലെ. ചവിട്ടുനാടകവും മറ്റും പ്രചരിപ്പിച്ചു. പിന്നെ യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. പിന്നെന്താണ്? യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഇതെല്ലാം തന്നെ പോർച്ചുഗീസുകാർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ രാഷ്ട്രീയ മേഖല അല്ലെ. രാഷ്ട്രീയ മേഖലയിൽ എന്തൊക്കെ ഉൾപ്പെടും? ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. പിന്നെ കൊച്ചി, ഗോവ, ഡാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ കീഴിലായി. പിന്നെന്താണ്? യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. പിന്നെ വിജ്ഞാന മേഖലയിൽ എന്തോ വരും? അച്ചടി വിദ്യ അല്ലെ. അച്ചടി വിദ്യ കൊണ്ടുവന്നതൊക്കെ പോർച്ചുഗീസുകാരാണ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. പിന്നെന്താണ്? സാംസ്കാരിക മേഖല, ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. പിന്നെ യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. പിന്നെന്താണ്? കാർഷിക മേഖല അല്ലെ. കാർഷിക മേഖലയിലോ പുതിയ വിളകളായ പുകയില, കശുവണ്ടി, കൈതച്ചക്ക, പപ്പായ തുടങ്ങിയവ പരിചയപ്പെടുത്തി. അപ്പോൾ ഡച്ചുകാര്, പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു, നെതർലാൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു, ഇപ്പോഴത്തെ നെതർലാൻഡ്സിൽ നിന്നുള്ളവര്. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ, അത് സ്ഥിരം ഒരു ചോദ്യമാണ്.
PSC പരീക്ഷകളിൽ. അപ്പോൾ 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. അപ്പോ ഹോർത്തൂസ് മലബാറിക്കസ് കേട്ടോ. അടുത്തതായിട്ട് ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചതാവട്ടെ ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാൽ ആണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കര പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഈ ഇട്ടി അച്യുതൻ. അപ്പോ ഹോർത്തൂസ് മലബാറിക്കസിലെ ഒരു ചിത്രമാണിത്. ഏത് സസ്യമാണ്? നമ്മുടെ പനയാണ് അല്ലെ? പനയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ശേഷം വന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ചുകാര്. അപ്പോ ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, അതായത് പുതുച്ചേരി, പിന്നെ യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങുകയാണ് ഉണ്ടായത്. ഓക്കെ. അപ്പോ കർണാട്ടിക് യുദ്ധങ്ങൾ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. അപ്പോൾ ഈ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാല് 1746-നും 1763-ന്റെയും ഇടയ്ക്കാണ് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നേക്കുക. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങള്, ഡച്ച് അധിനിവേശ പ്രദേശം, ഫ്രഞ്ച് അധിനിവേശ പ്രദേശം ഏതൊക്കെയാണെന്ന്. അപ്പോൾ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചിയുണ്ട് അല്ലേ? കൊച്ചിയുണ്ട്, പിന്നെ ഗോവയുണ്ട്, ദിയു, ദാമൻ അല്ലെ? പിന്നെ ഡച്ച് അധിനിവേശ പ്രദേശങ്ങള് അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര, നാഗപട്ടണം എന്നിവ. പിന്നെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ അത് ഏതൊക്കെയാണ്? മാഹി, കാരയ്ക്കൽ, പോണ്ടിച്ചേരി, യാനം തുടങ്ങിയവയാണ്. അപ്പോൾ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, ആദ്യമേ കച്ചവടത്തിനായിട്ട് വന്ന ഈ യൂറോപ്യൻസ് പിന്നെ നമ്മുടെ അധികാരം തന്നെ കയ്യേറി അല്ലെ കാര്യക്കാരായി മാറുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവടത്താവളം സ്ഥാപിച്ചു. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, അതായത് ചെന്നൈ, ബോംബെ, ഇപ്പോഴത്തെ മുംബൈ, കൽക്കട്ട, അതായത് കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757-ലെ പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764-ൽ ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ
ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനിക്ക് സ്വന്തമായി. അതോടെ തന്നെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം II, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോ 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. 1698 സുത നദി, കാലിക്കറ്റ്, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത വലിയ കോട്ടയാണ് വില്യം കോട്ട, അതായത് ഫോർട്ട് വില്യം. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോ ഇനി ഒരു ഡയലോഗ് പറഞ്ഞേക്കുക. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. അത് ആര് പറഞ്ഞാണ്? റോബർട്ട് ക്ലൈവ് പറഞ്ഞ ഡയലോഗാണ് കേട്ടോ, റോബർട്ട് ക്ലൈവ്. അപ്പൊ ഈ റോബർട്ട് ക്ലൈവ് ആണ് ഇപ്പോ ബംഗാളിന്റെ ഭരണം പിടിച്ചെടുക്കാൻ സഹായിച്ചത് അല്ലെ? ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വാക്കുകൾ നമ്മൾ വായിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? എന്തുകൊണ്ടായിരിക്കാം? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ അന്ന് തന്നെ അനൈക്യമാണ് ഉണ്ടായിരുന്നത് അല്ലെ? ഇഷ്ടം പോലെ നാട്ടുരാജ്യങ്ങളാ. അപ്പൊ പല രാജാക്കന്മാര് തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കാണും. അപ്പോൾ അനൈക്യം. പിന്നെന്താണ്? ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ. അപ്പോ എളുപ്പമാ അല്ലെ? നമ്മുടെ ആൾക്കാരെ തോൽപ്പിച്ച് അവർക്ക് നമ്മുടെ ഭരണം എടുക്കാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണയാണ് കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4-ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3-ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. അപ്പോ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ നമുക്ക് തന്നേക്കുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. അപ്പൊ 1793 നിലവിൽ വന്നതാണത്. അപ്പൊ നടപ്പിലാക്കിയ പ്രദേശങ്ങളോ? ബംഗാൾ, ബീഹാർ, ഒറീസ. നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. സവിശേഷതകളും കൂടെ നമുക്ക് നോക്കാം. ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിൽ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. അത് നമ്മുടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ഇനി എന്താണ്? റൈറ്റ് വാരി സമ്പ്രദായം. അപ്പൊ 1820 നിലവിൽ വന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യ, ഡെക്കാൻ ഭാഗങ്ങളിലാണ് ഈ സമ്പ്രദായം കൊണ്ടുവന്നത്. നടപ്പിലാക്കിയത് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ് കേട്ടോ. റൈറ്റ് വാരി സമ്പ്രദായം. കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോ ഇത് നമ്മുടെ റൈറ്റ് വാരി സമ്പ്രദായമാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിലാണ് റൈറ്റ് വാരി സമ്പ്രദായം അന്ന് ഫോളോ ചെയ്ത് വന്നത്. പിന്നെന്താണ്? മഹൽവാരി സമ്പ്രദായം. അത് 1822 നിലവിൽ വന്നതാണ് മഹൽവാരി സിസ്റ്റം.
അതെവിടാണ്? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഈ മഹൽവാരി സമ്പ്രദായം. അപ്പൊ ഇത് കൊണ്ടുവന്ന ആരാണ്? ഹോൾട്ട് മക്കൻസി കേട്ടോ, ഹോൾട്ട് മക്കൻസി. അപ്പൊ ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയി കണക്കാക്കി, ഒരു മഹലായി കണക്കാക്കി, ഒരു യൂണിറ്റ് ആണ് കേട്ടോ. എന്നിട്ട് നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പൊ അതാണ് ഈ 3 നികുതി സമ്പ്രദായങ്ങൾ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന 3 നികുതി സമ്പ്രദായങ്ങൾ. അപ്പൊ ഇതിനെല്ലാം തന്നെ ഒരു പൊതു സവിശേഷതയുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉയർന്ന നികുതി അല്ലേ, ഹൈ ടാക്സ് റേറ്റ്. അപ്പോൾ ഇത് നമ്മുടെ കൃഷിക്കാർക്ക് എന്താണ്, ഭയങ്കര ഭാരമായി മാറി. പിന്നെ അവരുടെ കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങി. എങ്ങനെയാണ്? ഈ ഹൈ ടാക്സ് കാരണം നമ്മുടെ ഈ കൃഷിക്കാര് അന്നത്തെ പലിശയൊക്കെ കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി, അതായത് സ്ഥലം പണയപ്പെടുത്തി പണം വാങ്ങി അവസാനം ഒന്നും തികയാതെ അവരുടെ ഭൂമി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. പിന്നെന്താണ്? ടാക്സ് അടയ്ക്കാൻ സാധിക്കാത്ത ആ ഒരു പ്രദേശം മൊത്തം ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് റൂളിന്റെ കീഴിൽ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് അവരെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെന്താണ്? ഈ പൈസ പലിശയ്ക്ക് കൊടുക്കുന്നവര് തന്നെ ഇവരുടെ ഭൂമി ഇവര് മുടക്ക് വരുത്തുമ്പോൾ, പണം അടയ്ക്കാൻ മുടക്ക് വരുത്തുമ്പോൾ അവരുടെ ഭൂമി കയ്യേറി അവരുടെ സ്വന്തമാക്കി മാറ്റി. അപ്പൊ അങ്ങനെയും അവരുടെ ഭൂമി നഷ്ടമാവും. അപ്പോ ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പണമിടപാടുകാരിൽ നിന്നും, മണി ലെൻഡേഴ്സിൽ നിന്നും പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. തന്മൂലം കർഷകർ കടക്കെണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്ക് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർക്ക് കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ ഒരുപാട് രീതിയിൽ ബാധിച്ചു. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. മാത്രമല്ല, കടക്കണിയിൽപ്പെട്ട് കർഷകർക്ക് ഭൂമിയും നഷ്ടപ്പെട്ടു. കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഈ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ ഒരുപാട് ജനവിഭാഗങ്ങളെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചത്. ജനങ്ങൾ അവർക്കെതിരെ കലാപം ആരംഭിച്ചു. അത്തരത്തിലുള്ള ചില കലാപങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ സന്യാസിമാര് കേട്ടോ, സന്യാസി കലാപം എന്നറിയപ്പെടുന്ന കാര്യമാണ്. അപ്പൊ 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദചിഹ്നം എന്ന ഗ്രാമം മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷെ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു. വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയുണ്ടായി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു എന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റ് പോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി. അപ്പോ നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം
ത്തിൽ നിന്ന് എടുത്ത കുറച്ച് ഏടാണിത്. ഭയങ്കര അവസ്ഥയായിരുന്നല്ലേ. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നും അന്നത്തെ ബംഗാളിലെ ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ചും ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്നും നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോ ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപം എന്നറിയപ്പെടുന്നു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ വന്ദേമാതരം നമ്മുടെ ദേശീയ ഗീതം അല്ലെ, 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേമാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അപ്പോൾ കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. 1859 നടന്നതാണ്. ഇതിന് കാരണമായ സാഹചര്യം എന്തെല്ലാമാണ്? ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ, ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറിക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അതായത് നമ്മുടെ ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചെടിയാണ്. അപ്പൊ അതിന്റെ നീരിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അമരിച്ചെടിയുടെ നീരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടിനും ഇത് വഴിതെളിച്ചു. കൃത്രിമച്ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴിയില്ലാത്ത കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നീൽ ദർപ്പൺ, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീലദർപ്പൺ. അപ്പോ ദിഗംബർ വിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ബംഗാളിൽ ഉടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറി അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഇല്ലാതാവുകയും ചെയ്തു. കാടുണർന്നപ്പോൾ അടുത്തത്. അപ്പോൾ സാഹസികമായ ഒരു കലാപമാണ്, ധൈര്യമാണ് സാന്താൾ കലാപം. അപ്പോൾ എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി. ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവസാനം വെടിനിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തന്റെ മഴുകൊണ്ട് അയാളെ വെട്ടി വീഴ്ത്തി. ബിപിൻ ചന്ദ്ര, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, അദ്ദേഹത്തിന്റെ കൃതിയിലെ ഒരു ഏടാണിത്. അപ്പൊ സാന്താൾ ഗോത്രജനതയുടെ ധീരത കാണിക്കുന്ന കുറിപ്പാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ സാന്താൾ ജനത ബ്രിട്ടീഷുകാരുടെ ഇതുകൊണ്ട് അല്ലെ, അവരുടെ അനീതി ആയിട്ട് അവരെന്താണ് ഈ കാട്ടിലെ വിഭവങ്ങൾ കൊണ്ട് കഴിഞ്ഞിരുന്നവരാ. അപ്പൊ കാട്ടിലൊന്നും അവരെ പ്രവേശിക്കരുതെന്നൊക്കെ ബ്രിട്ടീഷുകാർ ഉത്തരവിറക്കി. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്രജന വിഭാഗമാണ് ഈ സാന്താളുകൾ. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നത്. ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. അപ്പൊ തങ്ങൾ നേരിട്ട അനീതിക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധോവിനെയും കാനുവിനെയും
ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. സിദ്ധുവും കാനുവും ആ പേരുകൾ ഓർക്കണം. സാന്താൾ കലാപത്തിലെ നേതാക്കന്മാരാണ്. അപ്പോ അടുത്ത എന്താണ്? ഉൽഗുലാൻ, ഗ്രേറ്റ് ടുമുൾട്ട്. സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്രജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നും അറിയപ്പെടുന്നുണ്ട്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ടാരാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസെ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്താണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. ഓക്കെ, അപ്പോ ബിർസ മുണ്ടയുടെ ജന്മദിനമാണ് നവംബർ 15. അത് ജൻജാതീയ ഗൗരവ് ദിവസ്, ഗോത്രാഭിമാന ദിനമായിട്ട് 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. പിന്നെന്താണ്? ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. അപ്പോ 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്രവിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. എല്ലാ കലാപത്തെയും ഇതുപോലെ തന്നെ അല്ലേ, അവരെ അടിച്ചമർത്തുകയാണ്. കുറിച്യർ കലാപം 1812 അല്ലെ, പഹരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, കാസി കലാപം തുടങ്ങിയവയെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ്. അപ്പോ പോരാട്ടത്തിന്റെ ഗർജനം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. പോളിഗർ പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മന് ഉണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതു പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. ഇപ്പൊ വെല്ലൂർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. അടുത്തതായിട്ട് എന്താണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ഏത്? 1721 ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം കുരുമുളക് വ്യാപാരമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം
ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഈ സംഘത്തെ വർഗ, വർണ്ണ, ജാതി, മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല, അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു കേട്ടോ. 1721. അപ്പൊ സ്ത്രീ മുന്നേറ്റം അടുത്തായിട്ട്. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു ആര്? കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചിന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചിന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. അടുത്തായിട്ട് ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന കൃതിയിൽ നിന്നും എടുത്ത ഒരു ഏടാണ്. കന്മറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടി വെച്ച് തുടങ്ങിയത്. കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരികെ കഠാരയും എടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശി എറിഞ്ഞത്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണിത്. അപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അത്തരം പോരാട്ടങ്ങളെല്ലാം തന്നെ കമ്പനി പട്ടാളം അടിച്ചമർത്തുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ഒരു സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കാം? ഈ ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവ് അല്ലേ, ഭയങ്കര നികുതി പിരിവ് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു എന്തൊക്കെ? സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ എന്താണ്? ഈ സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡിയറി അലയൻസ് പോളിസി എന്താണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? സൈനിക സഹായ വ്യവസ്ഥ. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടി വരുന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. സത്യത്തെ അവരുടെ അടിമാനായി അല്ലെ. അപ്പോൾ അടുത്ത എന്താണ്? ദത്തവകാശ നിരോധന നിയമം അഥവാ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ആണ്. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. അപ്പോൾ ഈ 2 നിയമങ്ങൾ പ്രകാരമാണ് നിരവധി നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ കാരണം. അപ്പോൾ ആദ്യമേ പിടിച്ചെടുത്ത രാജ്യം ഏതാണ്? അങ്ങനെ ഔധ് അല്ലേ.
ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ ആര് കൊണ്ടുവന്നത്? സൈനിക സഹായ വ്യവസ്ഥ ആര് കൊണ്ടുവന്നതായിരുന്നു? വെല്ലസ്ലി പ്രഭു അല്ലെ? അപ്പോൾ വെല്ലസ്ലി പ്രഭുവിന്റെ സൈനിക സഹായ വ്യവസ്ഥയും ഡൽഹൌസി പ്രഭുവിന്റെ ദത്തവകാശ നിരോധന നിയമവും മൂലം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാരെ പിടിച്ചടക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരല്ലെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് ഗൺസ് എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. അപ്പോൾ തോക്കില് ഈ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഗ്രീസാണ് എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി. അപ്പോൾ ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ആരാണ്? ബാരക്പൂറിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു കേട്ടോ. മംഗൾ പാണ്ഡെ തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടയ്ക്ക് ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമര കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിയിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ വെറും സാധാരണക്കാർ മാത്രമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. അപ്പോൾ കൻവർ സിംഗിന്റെ കഥ നമ്മൾ വായിച്ചായിരുന്നു അല്ലെ? കൈ വെട്ടിക്കളഞ്ഞു ബ്രിട്ടീഷുകാര് വെടിയുതിർത്തപ്പോൾ. അപ്പോൾ ഇതുപോലെ ധാരാളം ദേശസ്നേഹികൾ നമ്മൾക്ക് ഉണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു പ്രാപിച്ചവര് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരിൽ ചിലരെ നമുക്ക് ഇനി പരിചയപ്പെടാം. അപ്പോൾ ഡൽഹിയില് കലാപം പലയിടത്ത് നടന്നല്ലേ? അപ്പൊ ഡൽഹിയിൽ നടന്ന കലാപം അവിടെ ആരാണ് നേതൃത്വം നൽകിയത്? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. അപ്പോ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി ഈ ബഹദൂർ ഷാ രണ്ടാമനെ വാഴിക്കുകയാണ്. പിന്നെ വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാര് അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാട് കടത്തുകയാണ് ഉണ്ടായത്. പിന്നെ ജനറൽ ഭക്ത് ഖാൻ ഉണ്ട് കേട്ടോ, ജനറൽ ഭക്ത് ഖാൻ. അപ്പൊ ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു. അദ്ദേഹവും അവിടെ നേതൃത്വം വഹിച്ചാണ് ഡൽഹിയിൽ. പിന്നെ ഝാൻസിയിലെ കാര്യം നമുക്കറിയാം അല്ലേ? ഝാൻസി റാണി ലക്ഷ്മിബായി ആണ് അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു നമ്മുടെ ലക്ഷ്മിബായി. പിന്നെ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയോ തോപ്പിയും. അപ്പോൾ നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയാണ്. താന്തിയോ തോപ്പിയോ നാനാ സാഹിബിന്റെ സൈനിക തലവൻ. പിന്നെന്താണ്? ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചാണ് അദ്ദേഹം പോരാടിയത്. ലക്നൌവിൽ ആരാണ് നേതൃത്വം നൽകിയത്? ബീഗം ഹസ്രത് മഹലാണ് കേട്ടോ. ബീഗം ഹസ്രത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്. അവരാണെങ്കിൽ അവധിലെ ഭരണാധികാരിയായിരുന്നു. ലക്നൗ ബീഗം ഹസ്രത് മഹൽ അവധിലെ ഭരണാധികാരിയായിരുന്നു. പിന്നെ ബീഹാറിലെ ആരയില് കൻവർ സിംഗ് ആണ് നേതൃത്വം നൽകിയത് കേട്ടോ. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു അദ്ദേഹം. ഓക്കെ. അപ്പോ 1857 കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു കലാപമാണ് എന്ന് പറഞ്ഞാലും ചില പരിമിതികൾ ഇതിന് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി അല്ലേ? അന്നെന്താ വലിയ അങ്ങനെ ഇപ്പോഴത്തെ കാലത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അല്ലല്ലോ. സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിൽ അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ലോകം മൊത്തം അറിയും. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറിയുകയോ അല്ലെങ്കിൽ
അങ്ങനെ ന്യൂസ് പേപ്പറുകളും ഒക്കെ കുറവാണല്ലോ. അപ്പോ കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല കേട്ടോ. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. നല്ലൊരു ലീഡർഷിപ്പ് ഇല്ലായിരുന്നു. പിന്നെന്താണ്, കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈന്യശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. പിന്നെന്താണ്, തോക്കുകൾ ഉണ്ടായിരുന്നു, തോക്കുകൾ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ വാളും വടിയും ഒക്കെ കൊണ്ടുവരുന്നവരെ ആദ്യം തന്നെ വെടിവെച്ചങ്ങ് കൊല്ലും. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. മിഡിൽ ക്ലാസ്, ഈ ടാക്സ് ഒക്കെ പിരിക്കാൻ അധികാരം കൊടുത്തവരും ഒക്കെ, അവർക്ക് വിഷയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവര് കലാപത്തെ അനുകൂലിച്ചില്ല. സാധാരണക്കാരാണ് അനുകൂലിക്കുന്നത്, ബ്രിട്ടീഷ് ഭരണം കൊണ്ട് പൊറുതിമുട്ടിയവര്. പിന്നെന്താണ്, നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. ഇത് ബ്രിട്ടീഷുകാരെയൊക്കെ പ്രീണിപ്പിച്ച് നിൽക്കുന്ന ഭരണാധികാരികൾ, അവര് കലാപത്തിൽ നിന്നൊക്കെ മാറി നിന്നു. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ ഏതെല്ലാമാണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അത് പ്രചോദനമായിട്ട് മാറി. കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്തു. ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്നത്. അപ്പൊ ഈ 1857 കലാപം പല സിനിമകളിലും സാഹിത്യത്തിലും ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മോഹൻ സിൻഹയുടെ 1857, കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ, ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക, ദ ക്വീൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടയാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെന്ന് മാത്രമല്ല, യൂറോപ്യൻസ് വാണിജ്യത്തിനായിട്ട് വന്നിട്ട് നമ്മുടെ നാടിന്റെ അധികാരം കയ്യേറി നമ്മുടെ നാട്ടിലെ ഒരുപാട് ദാരിദ്ര്യത്തിന് വഴിവെച്ചു. ഒരുപാട് കഷ്ടതകളും വിഷമങ്ങളും നിറഞ്ഞ ഒരവസ്ഥയ്ക്ക് വഴിയൊരുക്കി. അപ്പോൾ അതിനെതിരെ ഒരുപാട് നമ്മുടെ ധീരയോദ്ധാക്കള് പോരാടി വീരമൃത്യു പ്രാപിക്കുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്.